ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് പഴുത്ത മാങ്ങ കൊണ്ടുള്ളൊരു മാങ്ങ കറിയാണ്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു മാങ്ങ. അതായത് പഴുത്ത മാങ്ങ കഴുകിയിട്ട് തുടച്ചിട്ട് പിന്നെ ഉപ്പിലിട്ട് വെക്കുന്ന പരിപാടിയാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് മാങ്ങയുടെ സീസൺ തീർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മാങ്ങ എടുത്തിട്ട് ഇതുപോലെ എടുത്തിട്ട് കറി വയ്ക്കാൻ വേണ്ടി പറ്റും. ഇതിപ്പോൾ മോശമായോന്ന് അറിയില്ല, എന്തായാലും ഞാനൊരു 5-6 എടുക്കുന്നുണ്ട്. ഉപ്പ് മാത്രമേ ഇന്നത്തെ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഉപ്പും ചൂടാക്കിയിട്ട് തിളപ്പിച്ച വെള്ളം രണ്ടും കൂടി അങ്ങനെയാണ് ഇട്ടേക്കുന്നത്. പക്ഷേ ഞാൻ കുറച്ചധികം എടുക്കുന്നുണ്ട്. അപ്പോൾ ഏതൊക്കെ നല്ലത് ഇല്ലെങ്കിൽ സപ്പോസ് ഞാൻ വേറെ എടുക്കുന്നുണ്ടല്ലോ. ഞാനൊരു 7 മാങ്ങ എടുത്തേക്കാം. അതില്ലേ പോരെ. ഏകദേശം ഞാനൊരു 10 മാങ്ങേൻ്റെ എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്ത മാങ്ങ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് കഴുകി എടുക്കുന്നുണ്ട്. അടച്ചില്ലേ അത് മൊത്തം എടുക്കണ്ടേ? ഓക്കെ ഗൈസ്, അപ്പം ഞാൻ കഴുകിയെടുത്ത മാങ്ങ ജസ്റ്റ് ഇതിൻ്റെ മൂക്കൊന്ന് വെട്ടിക്കളഞ്ഞിട്ട് ഓക്കെ, മൂക്ക് ജസ്റ്റ് ഒന്ന് കളഞ്ഞിട്ട് പൊളിച്ചെടുക്കുന്നു തൊലി. കുഴപ്പമില്ല, നന്നായിട്ട് തന്നെയുണ്ട്. തൊലി നമുക്ക് ആവശ്യമില്ല. ഇത് മോശമല്ല കേട്ടോ, ഇതിങ്ങനെ തന്നെ ഉള്ളത്. എന്താ എനിക്കറിയൂടെ. നല്ലല്ലേ ഇനി അല്ലേ? അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം വാങ്ങിയൊന്ന് എടുത്തോട്ടെ. അപ്പോൾ ഇത് മാങ്ങയൊക്കെ ഞാൻ തൊലി പൊളിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് തന്നെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് ചൂടാക്കാം. റെക്കോർഡിംഗ് അല്ലേ? നമുക്ക് ജസ്റ്റ് ഒന്ന് ചൂടാക്കാം. ഇതിപ്പോൾ ഞാൻ മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തിട്ടില്ല. അല്ലെങ്കിൽ നമുക്കൊരു കാര്യം കൂടി ചെയ്യാം. അതായത് ഇതിൻ്റെ അണ്ടിയൊക്കെ മാറ്റി വെച്ചിട്ട് അതിൻ്റെ ഫ്ലഷ് മാത്രം എടുത്തിട്ട് അത് ഒന്ന് ജസ്റ്റ് മിക്സിയിൽ അടിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ കറിക്ക് നല്ല ഇതാവും. ഇപ്പോൾ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആ ഒരു സ്റ്റെപ്പ് മിക്സ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അതും കൂടി ചെയ്യാവുന്നതാണ്. നമുക്ക് ജസ്റ്റ് കുറച്ചൊന്ന് എണ്ണ ഇടാൻ വേണ്ടിയിട്ട് പാത്രം വെച്ചു. ഇതിപ്പോൾ ഉപ്പിലിട്ട മാങ്ങ ആയതുകൊണ്ട് ഇനി ഉപ്പിടേണ്ട ആവശ്യമില്ല. ഉപ്പ് അതിൽ ഓൾറെഡി ഉണ്ടാവും. ആൻഡ് ഐ ആം ഗോയിങ് ടു pour the oil little bit. ഓക്കെ, എണ്ണ ഇട്ടു, കടുക് പൊട്ടിച്ചു, കറിവേപ്പിലിടണം. രണ്ട് മുളകിടണം. അപ്പോൾ എണ്ണയും കൂടി ഞാൻ പൊട്ടിച്ചിട്ടിടാൻ പോവാണ്. എണ്ണയിലോട്ട് ഒരു വെളുത്തുള്ളിയും കൂടി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, അത് കാണിക്കാൻ മറന്നുപോയി. എണ്ണ ഇട്ട് മഞ്ഞ അയ്യോ, ഇത് അടി പിടിച്ചോ? ഇല്ല. നമ്മുടെ മാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മിക്സിയിലും കൂടി അരച്ചിട്ട് എടുത്തിരുന്നെങ്കിൽ ഒന്നും കൂടി നന്നായിട്ടുണ്ടാവുമായിരുന്നു. കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. ടേസ്റ്റ് നല്ലതാണ്, ഓഫ് കോഴ്സ് നല്ലതാണ്. ആൻഡ് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.